ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലേറ്റം സ്നേഹിക്കപ്പെടുന്നവരെ, തിരുസഭയിൽ നിന്ന് നമുക്ക് ധ്യാന വിഷയമായി തന്നിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗമാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ പോലും ഏറെ സ്വാധീനിച്ചിട്ടുള്ള, മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട്, സഹോദരനോട് രമ്യതയിൽ വർത്തിക്കുവാനായിട്ട് ഗാന്ധിജിയെ പോലും ഏറെ സ്വാധീനിച്ചിട്ടുള്ള വചനഭാഗമാണെന്ന് തന്റെ ആത്മകഥയിൽ പോലും മഹാത്മാഗാന്ധിജി ചേർത്ത് വെച്ചിട്ടുള്ള തിരുവചന ഭാഗങ്ങളാണ് തിരുസഭ നമുക്കിന്ന് ധ്യാന വിഷയമായിട്ട് നൽകിയിരിക്കുന്നത്. സഹോദരനോട് രമ്യപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് വചനം നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നുണ്ട്. നമ്മളൊന്ന് ആഴമായിട്ട് വായിച്ചിറങ്ങി വരുമ്പോൾ ഒരു മനുഷ്യന് മറ്റൊരു വ്യക്തിയോട് തോന്നിയേക്കാവുന്ന 3 തരത്തിലുള്ള ദേഷ്യങ്ങളെ, കോപത്തെ, പ്രതികാരത്തെ എല്ലാം 3 തലങ്ങളിലായിട്ട് മത്തായി സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ നിന്ന് വിവരിച്ച് കാണിക്കുന്നുണ്ട്. ആദ്യത്തെ തലം എന്ന് പറയുന്നത് കൊല്ലരുത് എന്ന് പറയുന്നുണ്ട്. പഴയ നിയമത്തിന്റെ ഭാഗം എന്നോളം ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ കൊല്ലരുത് എന്ന കൽപ്പന നമ്മുടെ മുൻപിലേക്ക് എടുത്തു വെച്ചിരുന്നു. സഹോദരനെ കൊല്ലരുത് എന്ന് ഈശോനാഥൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഇതിന്റെ ആദ്യത്തെ തലം, ഇന്ന് നമ്മൾ ലോക സമൂഹങ്ങളിലേക്ക് നോക്കുമ്പോൾ പരസ്പരം ഈ പ്രതികാരം ഉള്ളിൽ കിടന്നുകൊണ്ട് അവരന്റെ ജീവനെ അപഹരിക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഈ തല്ലുമാല സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു ട്രോള് പോലെ വന്നതാണ്. സിനിമ കണ്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ ആരെങ്കിലും ഇടിക്കാനായിട്ട് തോന്നും, ആരോടെങ്കിലൊക്കെ ദേഷ്യമൊക്കെ തീർക്കാനായിട്ട് തോന്നും എന്നുള്ളത് അത്രയും നമ്മളിങ്ങനെ പ്രസരിപ്പിച്ച് ഇരുത്തി പോകുന്ന ഒരു സിനിമയാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ സിനിമ കണ്ട് കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഇതേ വികാരം തന്നെ നമ്മളിലേക്ക് ഇങ്ങനെ വന്നിട്ടിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ ദിവസത്തില് ഒത്തിരിയേറെ മണിക്കൂറുകളിൽ മൊബൈൽ ഫോണിൽ ഫ്രീ ഫയറും പബ്ജിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലരുത് എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടല്ലോ. കൊല്ലുക, വേറൊരിടത്തിനെ അപകീർത്തിപ്പെടുത്തുക, അവനെ തോൽപ്പിക്കണം, അവന്റെ ശരീരത്തിനെ മർദ്ദിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്കും കാഴ്ചപ്പാടിലേക്ക് പോകണം. അപ്പൊ ഒന്നാമത്തെ തലമായിട്ട് ഈശോനാഥൻ പറഞ്ഞിരിക്കുന്നത് കൊല്ലരുത്, മറ്റുള്ളവരുടെ ശരീരത്തെ റെസ്പെക്ട് ചെയ്യാനായിട്ട്. ഞാൻ ചില ഇടികളൊക്കെ നടക്കുന്ന സമയത്ത് അതിന്റെ അടുത്തൊക്കെ പിടിച്ചു മാറ്റാനും അങ്ങനെയൊക്കെ ചെല്ലുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, ഇവര് അതൊരു ശരീരമാണെന്നൊരു തോന്നൽ പോലും ഇല്ലാതെ, ആ ശരീരത്തിൽ നിന്നും ചോര വരുമെന്നോ അതിനും വേദനിക്കുന്നു എന്ന ചിന്തയൊന്നും ഇല്ലാതെ അതിനെ തോൽപ്പിക്കാനായിട്ടുള്ള ഒരു പ്രവണത ഉണ്ടല്ലോ, അത് ഇന്ന് മനുഷ്യർക്ക് കൂടി വരികയാണ്. ദിനംപ്രതി പത്രമാധ്യമങ്ങളിൽ സ്വന്തം കുടുംബത്തിൽ, സ്വന്തം ജീവിതത്തിൽ ചേർത്ത് വെച്ചിരുന്നവരെ പോലും പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, അല്ലെങ്കിൽ അവരെ അപകീർത്തിപ്പെടുത്തുക, അവരെ കൊല്ലുക, അവരുടെ അങ്ങനെ ജീവിതത്തിൽ നിന്ന് ജീവന്റെ വില മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന രണ്ടാമത്തെ ഒരു തലം എന്ന് പറയുന്നത് അത് കോപമാണ്. ഈശോനാഥൻ പറഞ്ഞു വയ്ക്കുകയാണ്, കോപിക്കരുത്, സഹോദരനെ ഭോഷ എന്ന് വിളിക്കരുതെന്ന് പറയാണ്. നമ്മളിന്ന് ഭോഷ എന്ന് പറയുന്നതിന് പകരം മറ്റു പല വാക്കുകളൊക്കെ ചേർത്തായിരിക്കാം ചിലപ്പോൾ സഹോദരനെതിരായിട്ട്, അയൽപ്പക്കത്തിലുള്ളവരായിട്ട്, നമ്മൾക്കെതിരായിട്ട് മാറുന്നവരെയൊക്കെ നമ്മൾ വിളിക്കുന്നത്. കോപിക്കരുതെന്ന് ഈശോനാഥൻ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇത് നമ്മള് കൊല്ലുക എന്നതിനേക്കാൾ ഒരു സെക്കൻഡ് ഡിഗ്രിയിലേക്ക്, രണ്ടാമത്തെ ഒരു തലത്തിലേക്ക് വരികയാണ്. ഒരു മനുഷ്യനെ അവൻ നമ്മളോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ വാക്കിലൂടെ നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവനെതിരായിട്ട് മറ്റുള്ളവരുടെ കൂടെ കൂടിയിരുന്ന് അവനെതിരായിട്ടുള്ള ദുഷിച്ച വാക്കുകൾ നമ്മൾ, അല്ലെങ്കിൽ അവന്റെ പേരും പെരുമയെല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ അവനെതിരായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഈ രണ്ടാമത്തെ തലത്തിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ തലത്തിലേക്ക്, മറ്റുള്ളവനോട് നിനക്ക് വിരോധം തോന്നുമെങ്കിൽ നീ കാഴ്ചയർപ്പിക്കാൻ പോകുമ്പോൾ, അവരനോട് നിനക്ക് വിരോധം തോന്നുമെങ്കിൽ കാഴ്ചയർപ്പിക്കാൻ പോകുമ്പോൾ അത് തിരിച്ചു വെക്കുവാനായിട്ട് പറയുകയാണ്. ഇത് നമ്മുടെ തന്നെ ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ്. ഇത് ചിലപ്പോൾ നമ്മൾ ഒരാളെ കൊല്ലണമെന്നുള്ള ചിന്ത ഉണ്ടാകത്തില്ല. രണ്ടാമത്തെ തലമായിട്ടുള്ള അവരിനെതിരായിട്ട് കോപിച്ചുകൊണ്ട് സംസാരിക്കുന്ന തലം ഉണ്ടാകത്തില്ല. പക്ഷെ ഇത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന മൂന്നാമത്തെ ഒരു തലമാണ്. നമ്മൾ ചിലപ്പോ പല വ്യക്തികളോടും മിണ്ടാതെ കണ്ടിരിക്കുന്നുണ്ടാകും. ഒരു കൂട്ടായ്മ ചെല്ല് കഴിയുമ്പോൾ അവനോട് നമ്മൾ സംസാരിക്കുന്നില്ല, അവനെ മാറ്റി നിർത്തുന്നു, അവനോട് വിരോധം, വഴക്കൊന്നുമില്ല, പക്ഷെ അവനോട് സംസാരിക്കാനായിട്ട് പോകാൻ കഴിയില്ല, അവനോട് സ്നേഹമായിട്ട് ഒന്ന് സംവദിക്കാനായിട്ട് സാധിക്കുന്നില്ല, അവനോട് കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല, എസ്കേപ്പായി പോവുക, അവനിൽ നിന്ന് കണ്ണ് വെട്ടിച്ചു പോവുക. അങ്ങനെ നമ്മൾ ഒരു മനുഷ്യന് മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന 3 തരത്തിലുള്ള ദേഷ്യത്തിന്റെയും കോപത്തിന്റെയും വിരോധത്തിന്റെയും ഒക്കെ രമ്യതപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് 3 തലങ്ങളായിട്ട് നമുക്ക്, ഒന്നൊരു എക്സ്ട്രീം ലെവലാണ് കൊല്ലുക എന്നുള്ളത്, രണ്ടാമത്തേത് കോപം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ വാക്കിലൂടെയും മറ്റുള്ള കൂട്ടായ്മകളൊക്കെ വരുമ്പോൾ അവനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്, മൂന്നാമത്തെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു വിരോധമായിട്ട്, ഇങ്ങനെ 3 തലങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ഇനിയാണ് നമ്മൾ ഈ ഒരു നോമ്പ് കാലത്ത് ഈ കാര്യം നമുക്ക് എങ്ങനെ തരണം ചെയ്യാം. ഒരു വ്യക്തിയോടൊരു വഴക്ക് തോന്നുമ്പോൾ, വിദ്വേഷം തോന്നുമ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നമുക്കൊന്ന് ക്ഷമിക്കാനായിട്ട് പറ്റുന്നത്. കോപം എന്നത് എല്ലാവർക്കും വരുന്നൊരു വികാരമാണ്. നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് പോകാറുണ്ട്. പക്ഷെ അത് നമുക്ക് തരണം ചെയ്യാണ്ട്, ഇല്ലെങ്കിൽ ഈ നോമ്പ് കാലത്തിൽ നമ്മൾ അതൊന്ന് കുറയ്ക്കുവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 3 കാര്യങ്ങൾ നമ്മളത് മനസ്സിലോർത്താൽ മതി. നമ്മൾ ആരോടാണോ കൂടുതൽ ദേഷ്യപ്പെടുന്നത്, ചിലപ്പോൾ മക്കളിൽ ചിലപ്പോൾ മാതാപിതാക്കളോടായിരിക്കാം, അവർ പറയുന്ന ഉപദേശങ്ങളോടായിരിക്കാം, അധ്യാപകരോടായിരിക്കാം, മുതിർന്നവരോടായിരിക്കാം, ജീവിത പങ്കാളികൾ തമ്മിൽ പരസ്പരമുള്ള കോപിക്കുന്നതായിരിക്കാം. നമ്മൾ അങ്ങനെ ആരോടാണോ നമ്മൾ കൂടുതൽ ദേഷ്യപ്പെടുന്നത്, നമ്മൾ ആ ദേഷ്യപ്പെടുന്ന വ്യക്തിയുടെ അയാളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
ചിലപ്പോ അപ്പൻ നമ്മുടെ അടുക്ക് ചിലപ്പോൾ കൂടുതലും ദേഷ്യപ്പെടുമ്പോൾ ചിലപ്പോൾ അപ്പച്ചൻ ചെയ്യുന്ന ജോലി സ്ഥലത്തുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കാം. ജീവിത പങ്കാളികൾ പരസ്പരം വഴക്കിടുമ്പോൾ ഒന്ന് അവരുടെ ജോലി സ്ഥലത്തിന്റെ ആയിരിക്കാം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒരു ഡിപ്രഷൻ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാവും. ചിലപ്പോൾ അതിന്റെ പേരിലായിരിക്കാം അവർ നമ്മളോടത് ദേഷ്യമായിട്ട് ചിലപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമ്മളോട് ആരോടാണോ നമ്മൾ ദേഷ്യപ്പെടുന്നത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവരുടെ ഉള്ളിലേക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ ദേഷ്യം കുറക്കാം, നമ്മുടെ കോപം നമുക്ക് ശമിപ്പിക്കാൻ പറ്റും. രണ്ടാമത്തേത് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ഉപയോഗിച്ചു പോകുന്ന വാക്കുകളാണ്. അതൊന്നും ആരെയും വേദനിപ്പിക്കാനോ മുറിപ്പെടുത്താനോ പാടില്ല. ചിലപ്പോൾ ആ ഒരു ദേഷ്യത്തിന്റെയും ആ ഒരു പിരിമുറുക്കത്തിന്റെയൊക്കെ നമ്മൾ വായി തോന്നിയതൊക്കെ ചിലപ്പോൾ നമ്മൾ വിളിച്ചു പറയും. പക്ഷെ ആ സമയത്ത് കൂടെയുള്ള ഒരാൾക്ക് വേദന എടുക്കുന്നുണ്ടെന്നും അയാൾക്കൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ ആ വാക്കുകൾ ഒരു മുറിപ്പാടായിട്ട് അയാളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാകട്ടെ. മൂന്നാമത്തേത് പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാരോട് പറഞ്ഞ തിരുവചന ഭാഗമാണ് നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. കോപിക്കാം, പക്ഷെ പാപം ചെയ്യരുത്, സൂര്യാസ്തമയത്തിന് മുമ്പ് അവസാനിക്കണമെന്നുള്ള ഈശോനാഥന്റെ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ആരോടെങ്കിലൊക്കെ എന്തെങ്കിലും ദേഷ്യമായിട്ടോ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളോട് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിലോ നമുക്ക് എന്നാ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചൊരു ഫോൺ കോൾ ചെയ്യാൻ പാടില്ലേ? വാട്സപ്പിൽ ഒരു തിരിച്ചൊരു സോറി മെസ്സേജ് അയക്കാൻ വേണ്ടി പാടില്ലേ? അവരോടൊന്ന് തിരിച്ചൊന്ന് സന്തോഷമായിട്ട് പോകണേ. കാര്യം ബലിയർപ്പിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ക്രൈറ്റീരിയ ആയിട്ട് ഈശോനാഥൻ പറയുന്നത് സഹോദരനോട് രമ്യപ്പെടാൻ വേണ്ടിയാ. ഇത് കംപ്ലീറ്റ് ആയിട്ട് അനുസരിച്ച ആള് ക്രിസ്തുനാഥനാണ്. ആ കാൽവരി മലയിലെ ആദ്യത്തെ ബലി അർപ്പിക്കുവാനായിട്ട് കുരിശിൽ കിടക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരോടും ക്ഷമിച്ചു. ഈശോനാഥൻ ഈ പറഞ്ഞു വെച്ച വാക്ക് അവിടെ കാൽവരി മലയിൽ അരങ്ങേറിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദേഷ്യം ഉണ്ടായവരോടും കോപിച്ചവരോടും തന്നെ നാണം കെടുത്തുകയും നിന്ദിക്കുകയും നഗ്നനാക്കുകയും ചെയ്ത ആൾക്കാരോടൊക്കെ എല്ലാവരോടും ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഈശോനാഥന് പറ്റി. ഇതൊരു നോമ്പ് കാലമല്ലേ, നമുക്കിതൊരു മനസ്സിലേക്കൊന്ന് ഏറ്റെടുക്കാം. ആരോടെങ്കിലൊക്കെ മിണ്ടാതെ കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലൊക്കെ ഒരു നീരസം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഫോൺ വിളിക്കാം, ഒന്ന് നമുക്കൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കാനായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കട്ടെ. അതിനായി ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.